നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫിന്റെ ഭീഷണി സന്ദേശം. സാന്ദ്ര തോമസിനെ നേരിട്ട് വിളിച്ച് ഭീഷണി മുഴക്കിയെന്നും റെനി ജോസഫ് സന്ദേശത്തിൽ പറയുന്നു. സാന്ദ്രയുടെ അച്ഛൻ തോമസിനെ അപായപ്പെടുത്തുമെന്നും ഭീഷണിയുണ്ട്. ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ സാന്ദ്ര ഞാൻ പറഞ്ഞു, നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളുടെ അവള്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും. ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദ്ര തോമസ്. അസോസിയേഷനോട് പറയാണ്, വിടൂല്ല. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർ മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെ എടുത്ത് കമ്പത്തിൽ കെട്ടിച്ച് ഞാനടിക്കും, കൊല്ലും, തല്ലിക്കൊന്ന് ജയിലിൽ പോകും. ഈ നാളെ തോമസിനെ തൂക്കട കണ്ടോ? തോമസിനെ ഞാനൊരു കോള് വിളിച്ച ഈ ലോകം മുഴുവൻ എനിക്ക് ബന്ധങ്ങളാണ്. എല്ലാവർക്കും അറിയാലോ, മലയാള സിനിമയ്ക്ക് തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ. അപ്പം ഇവള് ദുഃഖിക്കണം, ഇവളറിയണം, സാന്ദ്ര അറിയണം. സാന്ദ്ര എന്തിനാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാര് മലയാള സിനിമയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ ഉത്തരം ആരെങ്കിലും തന്നേ മതിയാവൂ. അത് ഇവളുടെ അപ്പൻ തരും. ഇവളുടെ അപ്പനെ ഞാൻ തൂക്കിയെടുക്കുന്ന നാളെ കാലത്ത്. നവമി ദിനേശ് ചേർന്നു. നവമി, പലതവണ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഒക്കെ. ഇതൊക്കെ ഈ സാന്ദ്ര പല അഭിമുഖങ്ങളിലും ഇത് പറഞ്ഞ കാര്യമാണ്, പരാതി ഉന്നയിച്ചതാണ്. അപ്പോഴും ഇതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. പരസ്യമായിട്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഈ രീതിയിലുള്ള ഭീഷണികൾ പിന്നെയും വരുന്നു എന്നാണോ? എന്ത് തരത്തിലുള്ള ഭീഷണിയാണ് റെനി ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? സാന്ദ്രയുടെ പ്രതികരണം ഏത് തരത്തിലാണ് വന്നിരിക്കുന്നത്? അപർണ, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഓൺലൈൻ അഭിമുഖത്തിൽ നൽകിയതിൽ സാന്ദ്ര ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിലായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ അസോസിയേഷൻ കോടതിയിൽ പരാതി നൽകുകയോ ഹർജി നൽകുകയോ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശം ഏറെ വേദനിപ്പിച്ചു എന്ന തരത്തിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഈ പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നു. പക്ഷേ ഇതിൽ സാന്ദ്ര തോമസ് നൽകിയ മറുപടി ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നിയമപരമായി തന്നെ ഇതിന് നേരിടും. ഇതുവരേക്കും കോടതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്ററിയിപ്പുകളൊന്നും തനിക്ക് ലഭിച്ചിരുന്നില്ല എന്നൊരു മറുപടി സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു മെസ്സേജ് കൂടി വരുന്നത്. ഈ ഓഡിയോ സന്ദേശത്തിൽ വളരെ മോശമായി അതിന്റെ ഈ ഓഡിയോ സന്ദേശത്തിന്റെ മുഴുവൻ ഭാഗം നമുക്ക് സംരക്ഷണം ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും മോശമായിട്ടാണ് സാന്ദ്ര തോമസിനെ അതിൽ പരാമർശിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള വാക്കുകളും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും മോശമായിട്ടാണ് സാന്ദ്ര തോമസിനെ ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ഓഡിയോ സന്ദേശമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ടത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ്. അതിൽ ഈ സാന്ദ്ര തോമസിന്റെ പിതാവ് തോമസിനെ വധിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അടിക്കും എന്ന തരത്തിൽ കൊട്ടേഷൻ കൊടുക്കുമെന്ന തരത്തിലൊക്കെ സംഭാഷണം നടത്തുന്നുണ്ട്. എങ്കിൽ മാത്രമേ സാന്ദ്ര തോമസിനെ ഭയപ്പെടുത്തണമെങ്കിൽ ആദ്യം സാന്ദ്രയുടെ അച്ഛനെ തന്നെ ഉപദ്രവിക്കണം എന്ന തരത്തിലാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത്. മലയാള സിനിമയെ കുറിച്ച് അറിയാമല്ലോ, മലയാള സിനിമയ്ക്ക് മായി ബന്ധപ്പെട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ഗുണ്ടകളെയൊക്കെ ഉണ്ട്, കൊട്ടേഷൻ സംഘങ്ങളെ അറിയാം. അവരെ വെച്ച് സാന്ദ്രയുടെ അച്ഛനെ വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ സാന്ദ്രയുടെ അച്ഛൻ തോമസിനെ വകവരുത്താൻ അല്ലെങ്കിൽ ഒരു അടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയാൽ സാന്ദ്ര തോമസ് കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുമെന്ന തരത്തിൽ, പേടിക്കുമെന്ന തരത്തിലാണ് ഈ ഓഡിയോ സന്ദേശത്തിലുള്ളത്. എന്തായാലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സാന്ദ്ര തോമസിനെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും സാന്ദ്ര തോമസിന്റെ പ്രതികരണം നമുക്ക് അല്പസമയത്തിലൂടെ ലഭിക്കും. നമ്മൾ സാന്ദ്ര തോമസിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവർ പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. സാന്ദ്ര തോമസ് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ അവരെന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത്, ഈ ആക്ട്രസിന്റെ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ മാനേജർമാരെ പോലെയാണ് ഇവരുടെ പെരുമാറ്റം. തനിക്കൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്റെ സിനിമയിൽ അഭിനയിച്ച ഒപ്പമുണ്ടായിരുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ തന്നിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ട്. താൻ അറിയാതെ കട്ടോളൂ എന്ന് പരിഹാസ രൂപേണ പോലും അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം തന്റെ ഗതികേട് കൊണ്ട്
കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തേണ്ടി വന്നത്. ഈ ഫെഫ്ക മാൾ എടുക്കുമെന്നത് കൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ പരാതി ഒന്നും ആരും പറയാത്തതെന്ന് കൂടി സാന്ദ്ര തോമസ് ഈ ഓൺലൈൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളിലൊക്കെ കൃത്യമായി നിലപാട് പറഞ്ഞൊരു വ്യക്തി കൂടിയായിരുന്നു സാന്ദ്ര തോമസ്. അന്ന് തന്നെ സംഘടനയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഈ വിഷയം ഉന്നയിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോഴും അസോസിയേഷൻ ഇതിനെ ചർച്ചയ്ക്ക് എടുക്കുവാനോ ഒരു നിലപാട് പറയാനോ ഒന്നും തയ്യാറായിരുന്നില്ല. ആ സമയത്ത് ചേർന്ന യോഗത്തിൽ പോലും സാന്ദ്ര തോമസിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നിർമ്മാതാക്കൾ നടത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും പോലീസ് കുറ്റപത്രം അടക്കം കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിന്നിരുന്നു. അങ്ങനെ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് ഈ നിർമ്മാതാക്കൾക്കിടയിലൊക്കെ വലിയ രീതിയിൽ സാന്ദ്ര തോമസിനെതിരെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. സാന്ദ്ര തോമസിനെ സംഘടനയിൽ നിന്നും പുറത്താക്കുന്ന നടപടി വരെ എടുക്കുന്ന സാഹചര്യമുണ്ട്. അത് ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു എടുത്തിരുന്നതെന്ന് സാന്ദ്ര തോമസ് ഇതിനു മുൻപ് തന്നെ മാധ്യമങ്ങളോടക്കം വന്ന് പറയുകയും ചെയ്തിരുന്നു. തനിക്കെതിരായിട്ടുള്ള നടപടി അത് സിനിമാ സംഘടനകൾ ഏത് തരത്തിലാണ് എടുത്തതെന്ന തരത്തിൽ വലിയ രീതിയിൽ ഇങ്ങനെയുള്ള വിവാദങ്ങളെയൊക്കെ നേരിടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സാന്ദ്ര തോമസ്. തന്റെ നിലപാട് അത് ആരെയും ഭയക്കാതെ പറയുന്നത് കൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ സാന്ദ്ര തോമസിനെ വളരെ മോശമായിട്ടുള്ള തരത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോ സന്ദേശം. ഇതിൽ നമുക്ക് പൂർണ്ണമായും സംപ്രേഷണം ചെയ്യാൻ കഴിയാത്ത അത്ര മോശമായിട്ടുള്ള രീതിയിലാണ് സാന്ദ്ര തോമസിനെതിരെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. തികച്ചും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അതിൽ നടത്തിയത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലേക്ക് പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അസഭ്യ ഭാഷകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും സാന്ദ്ര തോമസിന് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് നമുക്ക് തേടേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ സാന്ദ്രയും ഇതിനുള്ള ഒരു മറുപടിയായി നൽകുമെന്നുറപ്പാണ്. നവമി, സിനിമാ മേഖലയിൽ ഇപ്പൊ ഫെഫ്ക അസോസിയേഷൻ കഴിഞ്ഞ ദിവസമാണ് സാന്ദ്രയ്ക്കെതിരെ ഉള്ള പരാമർശമായിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു റിഫ്റ്റ് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സാന്ദ്ര ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണോ? മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? അപ്പം എന്തായാലും ഈ വിഷയത്തിൽ ആരും ഇതുവരേക്കും പ്രതികരണം ലഭിച്ചിട്ടില്ല, പ്രതികരണം തന്നിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ വാട്സപ്പ് സന്ദേശം മാധ്യമങ്ങൾക്കടക്കം ലഭിക്കുന്നത്, പുറത്തു വരുന്നത്. അതിലെന്തായാലും വരും മണിക്കൂറിൽ നമുക്കതിലൊരു പ്രതികരണം ലഭിക്കും. കൂടുതൽ സിനിമാ മേഖലയിലുള്ളവർ പ്രതികരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സാന്ദ്ര തോമസിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ സാന്ദ്ര തോമസിനെ ആക്രമിക്കുന്ന രീതി ഇതാദ്യമായിട്ടല്ല. ഇതിനു മുൻപും പല നിർമ്മാതാക്കളും പല സംഘടനയിലുള്ള വ്യക്തികളും സാന്ദ്ര തോമസിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരുടെ നിലപാടിനെ തള്ളിപ്പറയുകയും അവരെ വ്യക്തിപരമായി ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഈ ഒരു പരാമർശവും. എന്തായാലും ഇതിൽ സംഘടനയിലടക്കം വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാന്ദ്ര തോമസിന്റെ മറുപടിയും ഇനി എന്താണ്, ഇതിൽ ഒരു നിയമ നടപടിയുമായി പോകാനാണോ സാന്ദ്ര തോമസിന്റെ തീരുമാനം എന്നതിലും നമുക്ക് അവരുടെ നിലപാട് അറിയാൻ സാധിക്കും. സാന്ദ്ര തോമസിനെയും അച്ഛനെയും മോശമായി പരാമർശം നടത്തിക്കൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യം കൊണ്ട് നവമി, നമ്മളും സാന്ദ്രയുടെ പ്രതികരണം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു തരത്തിൽ അതായത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട താരസംഘടന പോലും പഴയ ഫോർമാറ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. ഈ പല പരാതികളുമായി മുന്നോട്ട് വന്ന പലതും ഇതിലൊരു ആന്റി ക്ലൈമാക്സിലേക്കൊക്കെ പോകുന്നു എന്നുള്ളൊരു സൂചനകളൊക്കെ സിനിമാ ഫീൽഡിലുള്ളവർ നൽകുന്നുണ്ടോ? തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പരാതികളും ഒക്കെ ഏറെക്കുറെ അടങ്ങിയ പോലെയാണ്. പ്രത്യേകിച്ച് യാതൊരുവിധ ചലനങ്ങളോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളോ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. മുകേഷിനെതിരെ അല്ലെങ്കിൽ ഇടവേള ബാബുവിനെതിരായിട്ടുള്ള കുറ്റപത്രം മാത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പോലും ഇനി വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. മറ്റൊന്ന്, ഈ സിദ്ദിഖിന്റെ അന്വേഷണം അത് ഏത് രീതിയിലേക്ക് പോകുന്നത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അതിൽ പ്രത്യേകിച്ച് അന്വേഷണങ്ങളൊന്നും തന്നെയില്ല. ഈ പരാതിക്കാരി പോലും തനിക്ക് നീതി കിട്ടിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യം. സിനിമാ മേഖലയിൽ വീണ്ടും ഇനി അമ്മയുടേതായിക്കോട്ടെ ജനറൽ ബോഡി ചേരാനിരിക്കുകയാണ് 22-ൽ. അതിൽ പുതിയൊരു അംഗങ്ങളെ തീരുമാനിക്കും. അപ്പോഴും മോഹൻലാൽ തന്നെ അധികാരത്തിൽ വരണം, പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഒന്നടങ്കം അംഗങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യം. അപ്പോഴും സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വരാതെ
മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഈ സാന്ദ്ര തോമസിനെ പോലെ നിലപാട് പ്രഖ്യാപിക്കുന്നവർ, തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവർക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും സൈബർ ആക്രമണങ്ങളും വ്യക്തി അധിക്ഷേപവും ഒക്കെ നേരിടുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും മുന്നിലുള്ളത്. അപർണ. ഓക്കെ, നവമി ദിനേശാണ്. ഏതായാലും അല്പസമയത്തിനകം നമുക്ക് സാന്ദ്രയും പ്രതികരണം